കൂട്ടുകാരെ, മത്സരാധിഷ്ഠിതമായ ഒരു കാലത്താണ് നാം ഇന്ന്. നമ്മുടെ കുട്ടികളോ വലിയ വലിയ മത്സരങ്ങൾ. നാം കരുതുന്നതിലും എത്രയോ മടങ്ങ് ആശങ്കാജനകമാണ് പുതുതലമുറയുടെ ജീവിതം. നമുക്ക് ചിന്തിക്കാനാവാത്ത അത്ര സമ്മർദ്ദങ്ങളും പ്രലോഭനങ്ങളുമാണ് കുട്ടികൾക്ക് ചുറ്റിലും. കുഞ്ഞു മനസ്സിലേക്ക് വെളിച്ചത്തിൻ്റെ വാതിലുകൾ തുറന്നു വയ്ക്കാനുള്ള ദൗത്യം രക്ഷിതാക്കളായ താങ്കളുടേത് കൂടിയാണ്. ഒരു കുഞ്ഞു പൂവ് വാടാതിരിക്കണമെങ്കിൽ അതിന് കരുതൽ വേണം. അത് തളർന്നു പോകുമ്പോൾ അതിന് സ്വാന്തനത്തിൻ്റെ, വിശ്വാസത്തിൻ്റെ കൈത്താങ്ങായി നമ്മൾ ഇടപെടണം. കുട്ടികളെ ആത്മാഭിമാനമുള്ളവരാക്കാനും പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാനും ഓരോ രക്ഷിതാക്കൾക്കും കഴിയണം. കാരണം ഇന്ന് പാഠപുസ്തകങ്ങൾ പൊതുവെ വളരെ സങ്കീർണമാണ്. അതുപോലെ പ്രലോഭനങ്ങൾ ധാരാളമുണ്ട് കുട്ടികൾക്ക് ചുറ്റും. പല വഴിയിലുമുണ്ട്. ഇതിൽ ശരിയായ വഴി ഏതെന്ന് വിരൽ ചൂണ്ടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ തെറ്റായ വഴികളിലേക്ക് നമ്മളുടെ കുട്ടികൾ നടന്നു പോകും. വീട് കുട്ടികൾക്കൊരിക്കലും ഒരു തടവറയാകരുത്. വിദ്യാലയമോ വളർച്ചയ്ക്ക് വേദിയാകണം. കാലത്തിനനുസൃതമായി വിദ്യാഭ്യാസം നാം അവർക്ക് നൽകണം. വരും നൂറ്റാണ്ടുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾക്ക് മുൻപിൽ അവർ പകച്ചു പോകും. സ്നേഹവും പരിഗണനയും അതിലേറെ കരുതലും ഇന്നത്തെ കുട്ടിക്ക് ആവശ്യമാണ്. സ്വന്തം കുഞ്ഞുങ്ങളെ നിങ്ങൾ അറിയണം. അവർ നിങ്ങളുടെ മക്കളാണ്. നിങ്ങൾ എന്തായിരുന്നെന്ന് ഒരു കാലത്ത് നിങ്ങളറിയണം. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കുറേ സ്വഭാവങ്ങളല്ലേ കാണിക്കുന്നത്. അല്ലാതെ അടുത്തുള്ള കുട്ടി ഫുൾ മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോൾ അവന് ചിലപ്പം അതിന് കഴിയില്ല. പക്ഷേ അതിലും വലിയ വലിയ കഴിവുകൾ അവനിലുണ്ട്. അവനിലുള്ള മനുഷ്യത്വത്തെ ഉണർത്തുവാനും അവനിലെ സ്നേഹത്തിനെ വളർത്തുവാനും ഓരോ രക്ഷിതാവിനും കഴിഞ്ഞ് അവനെ നേർവഴി നയിക്കാൻ നിങ്ങൾ അവൻ്റെ ഒപ്പമുണ്ടാകണം. പുതുതലമുറയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. അവർക്ക് നടക്കുന്ന വഴിയിലെല്ലാം ഒത്തിരി കല്ലും മുള്ളും നിറഞ്ഞ വഴികളാണ്. അവരതെല്ലാം നിങ്ങളെ അറിയിക്കുന്നില്ല. ചുറ്റും പ്രലോഭനങ്ങൾ. അതിലൊക്കെ വീഴാതെ നിങ്ങളെ ഓർത്ത് അവർ പഠിക്കുന്നു. അപ്പം അവരെ നിങ്ങളറിയണം. നിങ്ങൾ ഒന്നും കൂടെ നിങ്ങളുടെ മക്കളെ ശ്രദ്ധിക്കുക, പരിചരിക്കുക, ഓമനിക്കുക, സന്തോഷിപ്പിക്കുക. അപ്പോൾ നാളേക്കുള്ള നല്ല മക്കളായി അവർ വളർന്നു വരുന്നത് നമുക്ക് കാണാം.